ലളിതം ഗണിതം ലളിതമീ ഗണിതം. നമസ്കാരം മിടുക്കികളെ മിടുക്കന്മാരെ. ഹാപ്പി എല്ലാ ദിവസവും എന്തിനാ പറയണമെന്നല്ലേ? ഹാപ്പിയാണ്, ഹാപ്പിനെസ്സാണ് ഏറ്റവും വലിയ സംഭവം ജീവിതത്തിൽ. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും അതിനുള്ള പരിഹരിക്കാനുള്ള വഴികൾ മുന്നിലേക്ക് തെളിഞ്ഞു വരും. പിന്നെ ഹാപ്പി ആയിരിക്കുന്ന ആൾക്കാർക്ക് സാവധാനം വിജയം കൈവരും. ഹാപ്പി ആയിട്ടിരിക്കും. ഹാപ്പി ആവാതിരുന്നിട്ട് നമ്മൾ എത്ര ടെൻഷൻ അടിച്ച് അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും അതിനേക്കാളൊക്കെ നല്ല റിസൾട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ഹാപ്പി ആയിട്ട് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് CBSE മാത്സ് ക്ലാസ് 6 ചാപ്റ്റർ 12 റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. വേഗം ക്ലാസ്സിൽ പോയാലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആദ്യമായിട്ടൊരു ഡെഫിനിഷൻ നോക്കാം. ഇഫ് ടു റേഷ്യോസ് ആർ ഈക്വൽ വി സേ ദാറ്റ് ദേ ആർ ഇൻ പ്രപ്പോർഷൻ. അതായത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിലെ റേഷ്യോ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി പ്രപ്പോർഷൻ എന്താ എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് രണ്ട് റേഷ്യോ ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് റേഷ്യോനെ കുറിച്ച് നമ്മൾ പറയും ദേ ആർ ഇൻ പ്രപ്പോർഷൻ. ഒരേ മാതിരിയാണ് എന്നർത്ഥം, ഇൻ പ്രപ്പോർഷൻ. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം, ഇത് കാര്യം എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഇൻ പ്രപ്പോർഷൻ എന്നുള്ളതിൻ്റെ സിമ്പിളാണ് ഇത്. 4 ഇപ്പോൾ റേഷ്യോ ഇപ്പോൾ 3:10, അതിൽ 2 എന്നുള്ളത് നമ്മൾ 2 ഡോട്ട് ഇട്ട് രേഖപ്പെടുത്തി അല്ലേ. ഇവിടെ 4 ഡോട്ട് അടുപ്പിച്ച് കണ്ടോ, ഇങ്ങനെയൊക്കെ ചതുരക്കള്ളിമാരി. ഇതിനാണ് പ്രപ്പോർഷൻ എന്ന് പറയുക. 3:10 15:15 പ്രപ്പോർഷനിലാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. 3:10 എന്ന് പറഞ്ഞ റേഷ്യോ 15:50 എന്ന റേഷ്യോ ഇൻ പ്രപ്പോർഷൻ ആണ്. ഇതിന് നമ്മൾ വായിക്കുക ആസ് എന്നുള്ളതാണ്. 3:10 ആസ് 15:50 പ്രപ്പോർഷൻ എന്നുള്ളതെന്ന് വായിക്കണതിൻ്റെ ഇതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സംഗതികളെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ 3 പെന്നിൻ്റെ വില 10 രൂപയാണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്താണ്? 3:10. 3 പെൻസ് ഉണ്ടോ, 3 പേന നമ്മൾ വാങ്ങിയോ, രൂപ 10 കൊടുക്കണം അല്ലേ. അപ്പോൾ ഇതൊരു റേഷ്യോ ആണ് 3:10. നേരെ വെച്ച് 6 പേന വാങ്ങിയോ, ഓട്ടോമാറ്റിക് എന്താ വരിക അഞ്ജലി? 20. 3 പേന 10 രൂപയ്ക്ക് വാങ്ങി, 6 പേന അതിൻ്റെ ഡബിൾ. 3 ഇവിടെ ഡബിൾ ആകുമ്പോൾ ഇവിടെ ഡബിൾ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചില്ലേ, ഈക്വൽ ടുവിൻ്റെ മാതിരി തന്നെയാണ് ഈ റേഷ്യോ. റേഷ്യോൻ്റെ 2 സൈഡിലും കിടക്കുന്ന നമ്പേഴ്സിനെ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലോ റേഷ്യോ വ്യത്യാസപ്പെടുന്നില്ല. അപ്പോൾ 3:10 എന്നുള്ള റേഷ്യോ തന്നെയാണ് 6:20. 3 പേനയ്ക്ക് പകരം 6 പേന വാങ്ങിയാൽ ഇവിടെ 10 രൂപയ്ക്ക് പകരം 20 രൂപയോ, അതാണ് 6:20 എന്ന് മനസ്സിലാവുന്നത് അല്ലേ. അപ്പോൾ അതേമാതിരിയാണ് ഇപ്പോൾ 15 പേന വാങ്ങുകയാണ് നിൽക്കുക. അപ്പോൾ എന്ത് വരും? 3യുടെ 5 ടൈംസ് ആണ് 15. 3 പെന്നിന് 10 രൂപ കൊടുത്തപ്പോൾ അതിൻ്റെ 5 ടൈംസ് പേന നമ്മൾ വാങ്ങണം. 3 × 5 15 പേന നമുക്ക് വേണമെങ്കിൽ ഇതും 5 ടൈംസ് ആവും അല്ലേ. അപ്പോൾ 10 × 5 50. അപ്പോൾ നമ്മൾ 15 പേന കൊടുക്കേണ്ട വില 50 റുപ്പീസ്. അപ്പോൾ നമ്മളവിടെ റേഷ്യോ കണക്കാക്കി. എന്ത്? ആ പേനയുടെ എണ്ണവും പേനയുടെ വിലയും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ റേഷ്യോ ആണ് 15:50. ഇവിടെയും അത് തന്നെ, പേനയുടെ എണ്ണവും പേനയുടെ വിലയും തമ്മിലുള്ള ബന്ധമാണ് 3:10. 3 പേനയാണെങ്കിൽ 10 രൂപ കൊടുക്കണം, 15 പേനയാണെങ്കിൽ 50 രൂപ കൊടുക്കണം. അപ്പോൾ ഈ രണ്ടിൻ്റെയും പ്രപ്പോർഷൻ ഒന്നാണ് അല്ലേ. ആലോചിച്ച് നോക്കൂ, 3 പേനയ്ക്ക് 10, 15 പേനയ്ക്ക് 50. ആ ഒരു ഇരട്ടിക്കൽ എത്ര ടൈംസ് എന്നുള്ളത് ഈക്വൽ ആണ് രണ്ടിനും. 3യുടെ എത്ര ടൈംസ് ആണോ 10, ഏതാണ്ട് അതുമാതിരിയാണ് 15ൻ്റെ എത്ര ടൈംസ് ആണ് 50. നോക്കൂ, 3 × 3 9, 10ൻ്റെ തൊട്ട് താഴെ അല്ലേ. 15 × 3 45, 50യുടെ തൊട്ട് താഴെ. അപ്പോൾ ആ ഒരു എത്ര ഇരട്ടി എന്നുള്ളത് ഈ റേഷ്യോയിൽ രണ്ടിൻ്റെയും ആ എത്ര ഇരട്ടി എന്നുള്ള ആ ഒരു ഫീലിംഗ് ഒന്നാണ്, ഇതിൻ്റെയും ഇതിൻ്റെയും. അതുകൊണ്ട് ദീസ് 2 റേഷ്യോസ് ആർ സെഡ് ടു ബി ഇൻ പ്രപ്പോർഷൻ. ഇതാണ് ഒരു സംഗതികളുടെ കിടപ്പ് വശം. ഇനിയിപ്പോൾ ഒരേ സാധനം തന്നെ ആവണമെന്നില്ല. 2 വ്യത്യസ്ത സാധനങ്ങളും
ഇങ്ങനെ ഇൻ പ്രൊപ്പോർഷനിൽ വരാം. നോക്കാം നമുക്ക്. ഇപ്പോൾ നമുക്ക് 5 പേര് കൂടിയിട്ട് ഒരു റൂമിൽ നിന്ന് സാധനങ്ങൾ മാറ്റുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ കിലോ കണക്കിനാണ് സാധനങ്ങൾ. 5 പേര് ചേർന്ന് 10 കിലോ സാധനം മാറ്റിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ റേഷ്യോ എന്തായിരിക്കും? 5:10. 5 പേര് ചേർന്നാൽ 10 കിലോ സാധനങ്ങൾ മാറ്റണം. അതാണ് ഈ റേഷ്യോ. അതാണ് 5:10. പിന്നെ നമ്മൾ വേറൊരു തരം പേന വാങ്ങി വയ്ക്കുക. 2 പേനയ്ക്ക് 4 രൂപയാണ്. 2:4. 5:10 എന്ന് പറഞ്ഞാൽ 5 ആളുകൾ ചേർന്നിട്ട് 10 കിലോ സാധനങ്ങൾ റൂമിൽ നിന്ന് മൂവ് ചെയ്യും. 10 ആൾ ചേർന്നാൽ 20 കിലോ. ഓക്കെ. അതേമാതിരി ഇവിടെ പേനയുടെ എന്താണ്? 2 പേനയ്ക്ക് 4 രൂപ, 4 പേനയ്ക്ക് 8 രൂപ. ആ രീതിയിൽ പോകും കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ പേനയുടെ എണ്ണവും വിലയും തമ്മിലുള്ള പ്രപ്പോർഷനാണ് 2:4. ആളുകളുടെ എണ്ണവും എത്ര കിലോ റൂമിൽ നിന്ന് നീക്കാൻ പറ്റും അതും തമ്മിലുള്ള റേഷ്യോ ആണ് 5:10. ഈ 2 റേഷ്യോവും വാസ്തവം പറഞ്ഞാൽ ഒന്നാണ്. എന്താ കാരണം? നോക്കൂ, റേഷ്യോൻ്റെ 2 സൈഡിലും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോന് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഒരു റേഷ്യോൻ്റെ 2 സൈഡിലും കിടക്കുന്നതിന് നമ്പറിനെ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റേഷ്യോ വ്യത്യാസപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 5:10 നമ്മൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കുക. റേഷ്യോൻ്റെ 2 സൈഡിലും കിടക്കുന്ന നമ്പേഴ്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 5 × 2 10 കിട്ടും. 10 × 20. ഇത് രണ്ടും ഒരേ റേഷ്യോ അല്ലേ? 5:10 എന്ന് പറഞ്ഞാലും 10:20 എന്ന് പറഞ്ഞാലും ഒന്നാണ് അല്ലേ? അതേമാതിരി നമ്മളിവിടെ 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 2 10. ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. മറ്റേ റേഷ്യോൻ്റെ 2 സൈഡിലും കിടക്കുന്ന നമ്പേഴ്സിനെ നമ്മൾ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിഫറൻ്റായി തെറ്റിപ്പോയി. അപ്പോൾ 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 10 കിട്ടി. 4നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20 കിട്ടി. ഇതും 10:20, ഇതും 10:20 കണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 5:10 എന്ന് പറയുന്ന റേഷ്യോയും 2:4 എന്ന് പറയുന്ന റേഷ്യോ പ്രപ്പോർഷനിലാണ്. ദേ ആർ ഇൻ പ്രപ്പോർഷൻ. അപ്പോൾ നമ്മൾ ഈ സിമ്പിൾ ഇട്ടാൽ മതി. 5:10 ആസ് 2:4. കിട്ടിയില്ലേ? ഒരു പ്രപ്പോർഷനിൽ കിടക്കുന്ന ഈ 4 ഒരു പ്രപ്പോർഷൻ 2 സൈഡിലായിട്ട് 4 നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ. ഇതിന് നമ്മൾ റെസ്പെക്റ്റീവ് ടേംസ് എന്നാണ് പറയുക. ഉണ്ട്. ഇത് റെസ്പെക്റ്റീവ് ടേം, 4 റെസ്പെക്റ്റീവ് ടേം ഉണ്ട്. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. ഇതിൽ തന്നെ വേറെ എന്താ പറയുന്നത്? എക്സ്ട്രീം സൈഡിൽ ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ 5 എന്നുള്ള ഈ എൻഡിലും 4 എന്നുള്ള മറ്റേ എൻഡിലും ഉള്ളേ. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്ട്രീം ടേംസ് എന്ന് പറയും. 5നെയും 4നെയും എക്സ്ട്രീം ടേംസ്, 10നെയും 2നെയും മിഡിൽ ടേംസ്. നടുവിലല്ലേ മിഡിൽ ടേംസ്. അപ്പോൾ എക്സ്ട്രീം ടേംസ് എന്താണ്, മിഡിൽ ടേംസ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് വളരെ ഉപകാരം തരുന്ന ഒരു കാൽക്കുലേഷൻ മെത്തേഡാണ് യൂണിറ്ററി മെത്തേഡ്. ഇത് നമുക്ക് നല്ലപോലെ ഉപകാരമുള്ള കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കിയോളൂ. ഇത് പല പ്രോബ്ലം സോൾവ് ചെയ്യാനും ഈ യൂണിറ്ററി മെത്തേഡ് ബെസ്റ്റാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. ഇപ്പോൾ ഒരു പെൻസിലിൻ്റെ വില 10 രൂപ എന്നിരിക്കുക. 2 പെൻസിലിൻ്റെ വില എത്രയാണ്? എനിബഡി? റോബർട്ട്? 20 rupees അല്ലേ? 3ൻ്റെ വില എത്രയാണ്? അനിത? 30 rupees അല്ലേ? ഇത് ഈസിയാണ് അല്ലേ? 1ൻ്റെ വില തന്നു കഴിഞ്ഞാൽ 2 എണ്ണത്തിന് എത്രയാണ്? നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 3 എണ്ണത്തിൻ്റെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1ൻ്റെ വില 10 രൂപയാണ്. അപ്പം 3 പെൻസിലിൻ്റെ വില 3 × 10. അങ്ങനെയല്ലേ ഇത് കിട്ടുന്നത്? ഇതെങ്ങനെയാണ് കിട്ടിയത്? 3 × 10. ഈ 1ൻ്റെ വില കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ എണ്ണത്തിൻ്റെ വില കണ്ടുപിടിക്കാൻ ഈസിയാണ് അല്ലേ? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കൂടുതൽ എണ്ണത്തിൻ്റെ, അതായത് ഈ പെൻസിലിൻ്റെ എണ്ണം കൂടുന്തോറും ഈ പെൻസിലിൻ്റെ വിലയ്ക്ക് എന്താ സംഭവിക്കുക? വിലയും കൂടും അല്ലേ? അപ്പോൾ കൂടാൻ എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1ൻ്റെ വില തന്നു കഴിഞ്ഞാൽ 3 എണ്ണത്തിൻ്റെ വില തന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതുമാതിരി
10 പെൻസിൻ്റെ വില എന്താ വരിക? ഈസി അല്ലേ? 10 × 10 100 rupees വരും. ഇത് എളുപ്പമാണ്. പക്ഷേ ഇതിൽ പ്രശ്നം വരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമ്മളോട് ഇങ്ങനെ പറയുകയാണ് 4 പേനയുടെ വില 100 ആണ്. അപ്പം 5 പേനയുടെ വില എത്രയാണ്? ഇത് നമ്മൾ ഈ പറയുന്ന ഇത് ചെയ്ത് ഈസിയിൽ ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ 4 പേനയുടെ വില 100 രൂപ, 5 പേനയുടെ പറ്റുമോ? എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒറ്റ നോട്ടത്തിൽ 4 പേനയുടെ 100 ആണെങ്കിൽ 5 പേനയുടെ എത്രയും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല അല്ലേ? 100-നേക്കാളും കൂടുതലാണെന്ന് അറിയാം, പക്ഷേ എത്രയാണ് എക്സാക്ട്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോഴാണ് നമ്മൾ ഈ യൂണിറ്ററി മെത്തേഡ് ഉപയോഗിക്കുക. യൂണിറ്റ് 1 എന്നുള്ള അർത്ഥമല്ല വരുന്നത്. യൂണിറ്ററി ആദ്യം 1ൻ്റെ വില കണക്കാക്കുക, 1ന് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കുക. പിന്നെ നമുക്ക് ഈ മെത്തേഡ് ഉണ്ടല്ലോ, മൾട്ടിപ്പിൾ എണ്ണത്തിന് ഈസിയാണ്, മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം 4 പേനയ്ക്ക് 100 രൂപ. അപ്പോൾ ഒരു പേനയ്ക്ക് എത്രയാവും? 100 രൂപയിൽ കൂടും ഒരു പേനയുടെ. 4 പേനയ്ക്ക് 100 രൂപയാണെങ്കിൽ ഒരു പേനയ്ക്ക് 100 രൂപകളും കൂടുമോ? ഇല്ലല്ലോ, കുറയല്ലേ ചെയ്യുക. അപ്പോൾ കുറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലേ? ഒരു നമ്പർ കുറയ്ക്കണമെങ്കിൽ ഡിവൈഡ് ചെയ്യണം, കൂട്ടണമെങ്കിലോ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ലോജിക്ക് നമ്മൾ ആലോചിച്ചാൽ മതി. 4 പേനയുടെ വില 100 രൂപ. അപ്പോൾ ഒരു പേനയുടെ വില 100-നേക്കാളും വളരെ കുറവാണ്. അത് എത്ര കുറവ്? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 100-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു പേനയുടെ വില കിട്ടും. അതായത് 100 എന്ന് പറഞ്ഞതിൽ എത്ര 4 ഉണ്ട്? നിങ്ങൾക്ക് ആലോചിച്ചറിയില്ല. 100-ൽ 4 എത്രയുണ്ട്? 25. 25 × 4 അല്ലേ 100 വരുന്നത്. അപ്പോൾ ഒരു പേനയുടെ വില കിട്ടി 25 rupees. അങ്ങനെ 4 എണ്ണം ചേരുമ്പോഴാണ് 100 രൂപ നമ്മൾ കൊടുത്തത്. ഇനി നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? വല്ല പ്രയാസമുണ്ടോ? ഒരു പേനയുടെ വില 25 rupees. 5 പേനയുടെ വില 5 × 25, അതായത് 125 rupees. കിട്ടിയില്ലേ? ഈ 4 പേനയുടെ വില 100 ആണെങ്കിൽ 5 പേനയുടെ വില 125, 125. ഈസി അല്ലേ? ഇതാണ് യൂണിറ്ററി മെത്തേഡ്. ഇങ്ങനെ നമ്മൾ എന്ത് കാര്യം പറയുകയാണെങ്കിലും 1ൻ്റെ കണക്കാക്കിയിട്ട് പിന്നെ മൾട്ടിപ്പിൾ സാധനത്തിൻ്റെ നോക്കുക. പല ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ പേനയുടെ വില പോട്ടെ, നേന്ത്രപ്പഴം വാങ്ങാൻ പോയി. 2 കിലോ നേന്ത്രപ്പഴം വാങ്ങിയപ്പോൾ അതിൽ 6 നമ്പർ ഉണ്ടായിരുന്നു. 2 കിലോ നേന്ത്രപ്പഴം വാങ്ങിയപ്പോൾ 6 എണ്ണം നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ 3 കിലോ നേന്ത്രപ്പഴം വാങ്ങണമെങ്കിൽ എത്ര നേന്ത്രപ്പഴയിലുണ്ടാവും? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. 2 kilos നേന്ത്രപ്പഴം വാങ്ങിയപ്പോൾ 6 പഴം അതിലുണ്ടായിരുന്നു. 3 kilos വാങ്ങിയാൽ എത്ര പഴം ഉണ്ടാവും? ഇത് ഈ യൂണിറ്ററി മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. 2 kiloയിൽ 6 നമ്പർ ആണെങ്കിൽ 1 kiloയിൽ എത്ര ഉണ്ടാവും? ഇങ്ങനെ ആലോചിക്കണം നിങ്ങൾ. 2 kiloന് 6 നമ്പറാണ്. 1 kiloയിൽ അതിനേക്കാളും കുറവല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 6-നേക്കാളും കുറവുണ്ടാവുള്ളൂ. എത്ര കുറവ്? ഡിവൈഡ് ചെയ്യണം. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 6/2, അതായത് 3 നമ്പർ ഉണ്ടാവും. 2 കിലോ നേന്ത്രപ്പഴം വാങ്ങിയാൽ 6 നമ്പർ ഉണ്ടാവും. 1 കിലോ നേന്ത്രപ്പഴം വാങ്ങിയാൽ 3 നമ്പർ ആവും. ഇനി 3 കിലോയിൽ എത്ര ഉണ്ടെന്ന് ഈസിയായിട്ട് പറ്റില്ലേ? 3 കിലോയിൽ എത്ര നേന്ത്രപ്പഴം ഉണ്ടാവും? 3. 1 കിലോയിൽ നമുക്ക് 3 ആണ്. 3 × 3, അപ്പോൾ 9. 9 നേന്ത്രപ്പഴം. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഈ യൂണിറ്ററി മെത്തേഡ്, അതായത് 1ൻ്റെ വില തരാണ്ട് കുറച്ച് അധികം സംഗതിയുടെ വില തന്നു, പിന്നെ വേറൊരു നമ്പറിന് എത്ര ചെയ്യുമ്പോൾ ആദ്യം 1ൻ്റെ വില കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം വേറെ എന്തിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 1ൻ്റെ വില കണ്ടുപിടിക്കുക. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ യൂണിറ്ററി മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ലളിതം ഗണിതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇങ്ങനെ അവസാനിക്കുന്നു. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുമാതിരി പുതിയ കൂട്ടുകാരോട്
ഈ ക്ലാസ്സിനെ കുറിച്ച് പറയുക, അവരെ കൊണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. നമുക്കത് ഈ ക്ലാസ് വലുതാക്കിയെടുക്കണം. പിന്നെ അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.